നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 2026 കേരള രാഷ്ട്രീയം നടക്കാൻ പോകുന്ന സംഭവവികാസങ്ങളെക്കുറിച്ചാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത്. ഒരു വലിയ നേതാവിൻ്റെ മകൻ, അതായത് കേരളത്തിൽ ഒരു പാർട്ടിയിലും ഇന്നേ വരെ ഉറച്ച് നിൽക്കാത്ത ഒരു വ്യക്തി, വിവാദങ്ങളുടെ മേൽ വിവാദം കൊണ്ട് നടക്കുന്ന ഒരു പാർട്ടിയുടെ മകൻ, ഒരു നേതാവിൻ്റെ മകൻ. അദ്ദേഹവും പിതാവിനെ പോലെ ഒരുപാട് വായിൽ വരുന്ന എന്തും വിളിച്ചു പറഞ്ഞ് അധികാരം പിടിച്ചെടുക്കാനുള്ള അതായത് അദ്ദേഹത്തിന് അധികാരത്തിൽ വരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ഒരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ കേട്ടപ്പോൾ എൻ്റെ പ്രേക്ഷകരുമായി അത് പങ്കുവയ്ക്കണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ അമർത്തണം, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. 2026 നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ കേരളം ഭരിക്കുന്നത് ആരാണ് എന്നാണ് നമ്മുടെ വിഷയം. ഭരിക്കാൻ പോകുന്നത് BJP ആണ് എന്നാണ് ഈ നേതാവിൻ്റെ മകൻ പറയുന്നത്. ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിനോടകം ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എങ്കിലും ഞാനത് കാണാൻ ഇടയായപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് നിങ്ങളോട് പറയണം, അല്ലെങ്കിൽ എൻ്റെ പ്രേക്ഷകരോട് പറയണം എന്നെനിക്ക് തോന്നി. ആയതിനാണ് ഈ വീഡിയോ. അദ്ദേഹം പറഞ്ഞത് 16,000 പ്രവർത്തകരുള്ള ഒരു കേരളത്തിലെ വലിയ പ്രസ്ഥാനമാണ് BJP, അല്ലെങ്കിൽ NDA എന്നും പറയുന്നുണ്ട്. BJP അല്ലെങ്കിൽ NDA, ഇവർ കേരളം ഭരിക്കാൻ പോവുകയാണ്. അതായത് 0-ൽ നിന്നും 30-ലേക്ക്, 0 to 30, ഇതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ആദ്യം നമുക്കൊരു 2 വരി ഒന്ന് കേൾക്കാം, അതിനുശേഷം തിരിച്ചു വരാം. അദ്ദേഹം പറയുന്നത് 2026 ആര് ഭരിക്കും എന്നാണ്. എനിക്ക് പ്രത്യേകിച്ചൊരു കാര്യം പറയുവാനുള്ളത്, കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കുമുള്ള മുന്നറിയിപ്പാണിത്. നിങ്ങൾ തമ്മിൽ തല്ലി പരസ്പരം അടിച്ചു പിരിഞ്ഞ് കൊണ്ട് നടക്കുമ്പോൾ ഇവിടെ മുതലെടുക്കാൻ മറ്റു ചിലരുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ആ മറവി നിങ്ങൾക്കുണ്ടായാൽ, അല്ലെങ്കിൽ പരസ്പരം അധികാരമോഹം കൊണ്ട് നിങ്ങൾ നടക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റാത്ത വിധം നിങ്ങൾ അതപ്പതിക്കും. 2 പാർട്ടിക്കാരോടുമാണ് പറയുന്നത്. അതിന് ഉള്ള ചുരുളിവിടെ അഴിയുന്നുണ്ട്. നിങ്ങളത് ചുരുട്ടി വെച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ അത് ചുരുട്ടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ നേതാവിൻ്റെ മകൻ പറയുന്നത് എന്താണെന്നൊന്ന് കേൾക്കണ്ടേ. അദ്ദേഹം ഭയങ്കര കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ഇത് പറയുന്നത്. പക്ഷേ അവതാരികയുടെ ചില ചോദ്യങ്ങൾക്ക് അദ്ദേഹം ബപ്പപ്പായും അടിക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം ആദ്യമേ. സംസ്ഥാനത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഇന്ന് BJP ആണ്, CPM അല്ല. കോൺഗ്രസിന് സംഘടനാ ശേഷിയില്ല, തകർന്നിരിക്കുന്നു. ഇങ്ങനെ മതം മാറ്റുന്നവരുടെ റേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ലേ? നമ്പൂരിക്കുട്ടി 5 ലക്ഷം, നായരുകുട്ടി 4 ലക്ഷം, ക്രിസ്ത്യാനിക്കുട്ടി 4 ലക്ഷം, ഈഴക്കുട്ടി 3 ലക്ഷം. ഷോൺ ജോർജ് ശരിക്കും പാർവതി വിവാഹം കഴിക്കുമ്പോൾ ഔദ്യോഗികമായി ക്രൈസ്തവ മതത്തിലേക്ക് മാറി മാമോദിസ മുക്കി തന്നെയാണോ ആ വിവാഹം നടന്നത്? തീർച്ചയായിട്ടും അങ്ങനെയാണ്. പേരും മാറ്റി. വരുന്ന 26 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചത് ഔദാരികരുടെ ഒരു വല്ലാത്ത പരിപാടിയായിപ്പോൾ അത്. അതായത് പാർവതിയെ വിവാഹം കഴിക്കുമ്പോൾ നിങ്ങൾ മതം മാറ്റിയിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മതം മാറ്റി, പേരും മാറ്റി. അപ്പോൾ ആദ്യത്തെ ലവ് ജിഹാദ് ആരാണ്? കേരളത്തിൽ ഒരു നേതാവിൻ്റെ വീട്ടിൽ നിന്നാണ്. അത് അദ്ദേഹം ഒരു വേദിയിൽ പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട PC ജോർജ് സാറ് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ വീട്ടിൽ ഒരു ലവ് ജിഹാദ് ഉണ്ട്, അത് ഞാൻ അനുഭവിക്കുന്നുമുണ്ട് എന്ന് അദ്ദേഹം ഒരു വേദിയിൽ പറഞ്ഞു. അപ്പോൾ ഈ അവതാരികയുടെ ചോദ്യം ഇതായിരുന്നു, പാർവതിയെ കല്യാണം കഴിച്ചപ്പോൾ നിങ്ങൾ മതം മാറ്റിയിരുന്നോ? അദ്ദേഹം മതം മാറ്റി. അങ്ങനെയുള്ള വ്യക്തിയാണ് മറ്റുള്ളവരെ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ്, മറ്റ് ജിഹാദെന്നും പറഞ്ഞ് തമ്മിലടിപ്പിക്കാൻ അച്ഛനെപ്പോലെ വളരെ വക്രബുദ്ധിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തെ ഒരിക്കലും നാം തകർക്കാൻ പാടില്ല. അദ്ദേഹം പറയുന്ന മറ്റു ചില കാര്യങ്ങളൂടി നമുക്ക് കേൾക്കണ്ടേ. കാരണം കേരളം ഭരിക്കാൻ പോകുന്ന പുതിയ പാർട്ടിയുടെ, അതായത് NDA അല്ലെങ്കിൽ BJPയുടെ പുതിയ പാർട്ടിയുടെ മുഖ്യമന്ത്രി
താമര വിരിയിച്ച വ്യക്തികളായിരിക്കും എന്നാണ്. ഇവർ അരിവാളും കയ്യൊന്നും കൊണ്ട് നടന്നിട്ട് ഒരു കാര്യവുമില്ല, മനസ്സിലായില്ലേ? അവർ വിരിയിക്കും എന്ന ആത്മവിശ്വാസത്തോടു കൂടി പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. താമര ചിഹ്നത്തിൽ മത്സരിച്ച ഒരു നേതാവായിരിക്കും. ക്രൈസ്തവ സഭയുമായി അടുക്കുക എന്നുള്ളത് വലിയൊരു തന്ത്രമായിരുന്നു, അല്ലെങ്കിൽ വലിയൊരു ഒരു മൂവ്മെന്റ് ആയിരുന്നു BJP കേരളത്തിൽ നടത്തിയിരുന്നത്. കേട്ടല്ലോ, 2026 മുഖ്യമന്ത്രിയായി വരുന്നത് താമര ചിഹ്നത്തിൽ മത്സരിച്ച ഒരു വ്യക്തിയായിരിക്കും. ഓർത്തിരിക്കുക. പരസ്പരം അടിച്ചുകൊണ്ട് നടന്നാൽ ഇതായിരിക്കും അവസ്ഥ. അടുത്തതും കൂടെ കേൾക്കാം. നിലവിൽ അത് ഏറെക്കുറെയൊക്കെ വിജയിക്കുകയൊക്കെ ചെയ്തിരുന്നു. തൃശ്ശൂർ ലോക്സഭ ഇലക്ഷനൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ നിലവിൽ ഇപ്പോൾ ഷോൺ ജോർജും PC ജോർജിൻ്റെയൊക്കെ ഒരു കടന്നുവരവും ഒക്കെ തന്നെയും ക്രൈസ്തവ സഭയൊക്കെ ലക്ഷ്യമാക്കി തന്നെയാണ് എന്ന് പറയുന്നത് തെറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ക്രൈസ്തവ സഭയെ എത്രത്തോളം BJPയിലേക്ക് അടുപ്പിക്കാൻ അതൊരു വലിയൊരു വെല്ലുവിളിയായി ഇപ്പോഴും BJPക്ക് മുന്നിലുണ്ട്. ഇവിടെ ഞാൻ കോൺഗ്രസിനും CPM അക്കാര്യത്തിൽ കുറ്റം പറയല്ല. ഇപ്പോൾ കോൺഗ്രസും CPM തമ്മിലുള്ള ഒരു കിടമത്സരം എന്താണ്? കേരളത്തിലെ ഒരു ന്യൂനപക്ഷ ഷോൺ ജോർജിന് ഭയങ്കര വിശ്വാസമാണ് പുള്ളിക്കാരന്. ഷോൺ ജോർജ് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും 2026 കേരളം ഭരിക്കുന്നത് BJP ആയിരിക്കും. നമുക്ക് ബാക്കിയുള്ളതും കൂടെ കേൾക്കാം. CPM ആരാണ് കൂടെ ഉള്ളത്? അപ്പോൾ ഇന്ന് 26 BJPക്ക് അധികാരത്തിൽ വരാനുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യവും കേരള സംസ്ഥാനത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ പറയുന്നത് ഇത് പൊതുസമൂഹത്തിന് മാത്രമല്ല, BJPയുടെ ഓരോ പ്രവർത്തകരോടാണ് ഞാൻ പറയുന്നത്. 26 ഭരണം പിടിക്കാൻ കഴിയും, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. 0 to 80 ഇന്ന് നിങ്ങൾ വന്ന പാർട്ടി ഓഫീസിൻ്റെ മുകളിൽ BJPക്കാരനായ മുഖ്യമന്ത്രി 2026 കൈപൊക്കി കാണിക്കുന്ന സാഹചര്യം വിദൂരമല്ല. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. അല്ല, ഈ 2026 കേരളത്തിൽ BJP അധികാരത്തിൽ വരുമെന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, ഇപ്പോൾ പുതുതായി വന്ന സംസ്ഥാന അധ്യക്ഷനോ പടിയിറങ്ങ സംസ്ഥാന അധ്യക്ഷനോ ഇല്ലാത്തൊരു ആത്മവിശ്വാസം ഷോൺ ജോർജിന് ഏത് കോണിൽ നിന്നാണ് വരുന്നത്? 25 വർഷമായി ഇടതുപക്ഷത്തോടൊപ്പം നിന്നിട്ടുള്ള, UDFനോടൊപ്പം നിന്നിട്ടുള്ള, കേരള കോൺഗ്രസ് രാഷ്ട്രീയം പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ, മധ്യകേരളത്തിലെ രാഷ്ട്രീയം പഠിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ, 5 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ, അതിലൊന്ന് സ്വതന്ത്രമായി നിന്ന് എൻ്റെ പിതാവ് അനുസരിച്ചപ്പോൾ ആ തെരഞ്ഞെടുപ്പ് നടത്തിയ വ്യക്തി എന്ന നിലയിൽ, ഒറ്റയ്ക്ക് ഒരു ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജയിച്ച വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുന്നു 26 BJPക്ക് അധികാരത്തിൽ വരാൻ കഴിയും. ഇത് എൻ്റെ ആത്മവിശ്വാസം മാത്രമല്ല, കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. 26 BJPക്ക് ഈ വരാൻ പോകുന്ന 6 മാസം കൊണ്ട് BJPയിലേക്ക് വരാൻ പോകുന്ന നേതൃനിരയെ നിങ്ങൾ കണ്ടു. അടുത്ത 6 മാസം കൊണ്ട് BJPയിൽ വരാൻ പോകുന്ന വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ കണ്ടു. വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJP ഉണ്ടാക്കാൻ പോകുന്ന മുന്നേറ്റം എന്താണെന്ന് നിങ്ങൾ കണ്ടു. വരുന്ന 26 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയായി വരുന്നത് താമര ചിഹ്നത്തിൽ മത്സരിച്ച ഒരു നേതാവായിരിക്കും. BJPക്ക് 26 അധികാരത്തിൽ വരാനുള്ള പൊട്ടൻഷ്യൽ BJPക്കുണ്ട്. മറ്റേ മുനമ്പം വിഷയത്തെ അനുബന്ധിച്ച് ഇവരെല്ലാം കൂടെ പോയി കുറച്ച് നാടകം കളിച്ച് കുറേ ആൾക്കാർ അതിൽ സെറ്റാക്കി എന്ന് ഇവർ വിശ്വസിക്കുന്നു. ഒരു ബില്ല് പാസ്സാക്കിയപ്പോൾ അതിനെ പൊക്കി പിടിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ നേരെ കുതിര കയറാൻ നടന്നു. തൊട്ടടുത്ത ദിവസം ലേഖനം വന്നു, പെട്ടെന്ന് അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ചർച്ച ബില്ല് വരികയാണ്. അത് വരും എന്ന് അറിഞ്ഞപ്പോൾ വേവലാതി തുടങ്ങി. പക്ഷെ നമ്മുടെ ഒരു അച്ഛൻ പറഞ്ഞ് ഞങ്ങൾ അനധികൃതമായി ഒന്നും സമ്പാദിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ആരെയും പേടിക്കാനില്ല. അഥവാ വന്നാൽ സഭയുമായി ഞങ്ങൾ ചർച്ച ചെയ്ത് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന്. എന്ത് ഉചിതമായ തീരുമാനം? ഈ വഖഫ് എന്ന് പറയുന്നതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താണെന്ന് ഈ പറയുന്ന ഒരു പാർട്ടിക്കാർക്കും അറിയില്ല. ആരൊക്കെ പറയുന്നതായിട്ട് ഇയാളും പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. എവിടെയെങ്കിലും കിടക്കുന്ന കുറച്ച് സ്ഥലം, അല്ലെങ്കിൽ ഈ BJPക്കാരോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്ത കുറേ ആൾക്കാർ എവിടെയെങ്കിലും കിടക്കുന്ന ആരുടെയെങ്കിലും സ്ഥലം ഇത് ഞങ്ങളുടെതാണ് വഖഫ് എന്നും പറഞ്ഞുകൊണ്ട് വഖഫ് ബോർഡ് പിടിച്ചു വയ്ക്കും പോലും. അങ്ങനെയൊന്നും പിടിച്ചു വയ്ക്കാൻ പറ്റില്ല എൻ്റെ സുഹൃത്തുക്കളെ. നിങ്ങളിത് എന്തോന്നാണ് ഈ പറയണത്? ഇതൊക്കെ നമുക്കൊന്ന് മനസ്സിലാവും. ഒരു സാധാരണ സാമാന്യ ബുദ്ധിയെങ്കിലും ഉപയോഗിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കണ്ടേ? എവിടെയെങ്കിലും കിടക്കുന്ന വസ്തു എടുത്ത് സാധാരണഗതിയിൽ വഖഫ് എന്നും പറഞ്ഞ് വെച്ചേക്കാൻ പറ്റുമോ? പ്രധാനമന്ത്രി ഒരു വേദിയിൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത്, ഇതിന് ഗുണങ്ങൾ കിട്ടുന്നത് മുഴുവനും ഭൂമാഫിയകൾക്ക് വേണ്ടിയിട്ടാണ്. ഇന്ത്യക്കകത്ത് ഏറ്റവും കൂടുതൽ ഭൂമാഫിയ ഉള്ളത് ഇവരുടെ പാർട്ടിക്കാരാണ്. അത് ആലോചിച്ച് നോക്കിയാൽ അറിയാം. നമ്മുടെ നാട്ടിലുള്ള, സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഈ പാവങ്ങളായ നമ്മളെ പോലുള്ളവർക്ക് ഒന്നും തന്നെ അറിയില്ല. നിങ്ങൾ വടക്കേ ഇന്ത്യയും നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് അന്വേഷിച്ച് നോക്ക്.
അവിടെ ആരുടെ കയ്യിലാണ് ഭൂമാഫിയ ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് അപ്പോഴറിയാം. ഈ പിന്നെ ഈ ഈ ഈ ഈ ക്രൈസ്തവരെ ആക്രമിക്കുന്നത് കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം പോലും നടക്കുന്നില്ല. നമ്മളെല്ലാം സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം മറക്കണ്ട എന്നുള്ളത്. അപ്പം ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കണ്ടേ. അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് BJP. അതിന് തക്ക നേതൃനിര ഇതിനുണ്ട്. ഈ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ള പാർട്ടിയാണ് BJP, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ അത് സൗത്ത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൽ എത്രത്തോളം അത്ഭുതങ്ങൾ വിജയിക്കാൻ കഴിയും, സൗത്ത് ഇന്ത്യയിൽ കേരളത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ താങ്കളുടെ ഷോൺ ജോർജിൻ്റെ ഒരു കണക്കൂട്ടൽ അനുസരിച്ച് 2026 BJP മുഖ്യമന്ത്രി കേരളത്തിൽ വരുമെങ്കിൽ ഈ ഭൂരിപക്ഷത്തോടുകൂടി BJP പാർട്ടിയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്, അതോ ഒരു വലിയൊരു ഡിസൈഡിങ് ഫാക്ടറായ ഒരു ഘടകകക്ഷിയായി മാറി അങ്ങനെ ഒരു ഘടകകക്ഷിയിലൂടെ BJP ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നാണ്? ഒരിക്കലുമല്ല. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് തന്നെ ഭൂരിപക്ഷം കിട്ടി, അധികാരത്തിൽ NDAക്ക് ഭൂരിപക്ഷമുള്ള BJP എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല, ഞങ്ങളൊരു മുന്നണിയാണല്ലോ. NDA സഖ്യത്തിന് ഭൂരിപക്ഷമുള്ള ഒരു സംവിധാനം അധികാരത്തിൽ വരുമെന്നാണ് ഞാൻ പറയുന്നത്. 2026 അധികാരത്തിൽ വരാനുള്ള സർവ്വ പ്രൊട്ടക്ഷനും BJPക്കുണ്ട്. കേരളത്തിലെ 50% വരുന്ന പോപ്പുലേഷനും അവർക്ക് അനുകൂലമായാണ് നിൽക്കുന്നത്. ഒരാളെ ജയിപ്പിച്ച് വിട്ടതിൻ്റെ ക്ഷീണം ഇന്ന് തൃശ്ശൂർക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 90% ആൾക്കാരുടെ അടുത്തും ചോദിച്ചാൽ പറയുന്നുണ്ട് ഒരു തെറ്റ് പറ്റി. അത് നമ്മുടെ ജോൺ ബ്രിട്ടാസ് സഭയിൽ വെല്ലുവിളികളായി പറയുകയും ചെയ്തു. ആ തെറ്റ് ഞങ്ങൾ തിരുത്തും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. തീർച്ചയായും മാധ്യമങ്ങളോട് അദ്ദേഹം ചോദിച്ച കേട്ടില്ലേ, നിങ്ങൾ ആരാ എന്ത് ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്? നിങ്ങൾ ആരാ? വേറൊരു വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു, പിന്നെ മഴ പെയ്യുന്നു, ഇദ്ദേഹം നമ്മുടെ കേന്ദ്രമന്ത്രി വന്ന് ഇറങ്ങുന്നു, മഴ പെയ്ത് ചെറിയ ചാറ്റൽ മഴ. അപ്പോൾ സെക്യൂരിറ്റി ആയി വന്ന പോലീസുകാരൻ ഈ കുടയെടുക്കാൻ മറന്നു. പെട്ടെന്ന് ഡോറ് തുറക്കാനാണ് അദ്ദേഹം ഇറങ്ങിയത്. അദ്ദേഹം ഒരു മനുഷ്യനാണ്, ഒരു സെക്യൂരിറ്റി ആണ്, ശരി, സമ്മതിച്ച്. ഇദ്ദേഹം ഒരു തുള്ളി വെള്ളം തലയിൽ വീണെന്നും പറഞ്ഞിട്ട് ആകാശമൊന്നും ഇടിഞ്ഞ് വീണു പോവില്ല. ഇവരൊക്കെ വലിയ വലിയ മന്ത്രിമാരല്ലേ. ചെറിയ പനിയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ നിസ്സാരം പോലെ ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ള കേസല്ലേ ഉള്ളൂ. അദ്ദേഹം ഒരു മനുഷ്യനാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി അദ്ദേഹം വന്നതാണ്. സംഭവം ശരി, അദ്ദേഹത്തിൻ്റെ ജോലിയാണ്. പക്ഷേ ആ വീഡിയോയിൽ കണ്ടപ്പോൾ അതൊരു, സത്യം പറഞ്ഞാൽ അതൊരു ഇപ്പം എന്നെപ്പോലെ അല്ലെങ്കിൽ പിന്നെ അതായത് ഒരു നിർബന്ധ ബുദ്ധിയുള്ളതുപോലെ, മനസ്സിലായില്ലേ? അദ്ദേഹം ഒരു കൊച്ചു പിള്ളേരെ പോലെ പെട്ടെന്ന് എല്ലാത്തിനും പണങ്ങുക. അങ്ങനെയല്ലേ മാധ്യമ പ്രവർത്തകരോട് ചോദിച്ച് നിങ്ങൾ ആരാ? എന്ത് കഷ്ടമാണ്. അതിനു മുമ്പ് ഒരു പള്ളിയിൽ പോയിട്ട് മുൾക്കിരീടം ചൂടുന്നു, പിന്നെ മുട്ടിലഴയുന്നു. ഈ മുട്ടിലഴിച്ചിലും മുൾക്കിരീടം ചൂടലും ഒക്കെ ഒരു അഭിനയമല്ലായിരുന്ന? അദ്ദേഹത്തിന് നല്ലവണ്ണം അഭിനയിക്കാൻ അറിയാമെന്ന് അവിടെ തെളിയിച്ച്. ഇതിൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ മമ്മൂക്കായെ എന്തോ പറയാൻ വന്നു. പക്ഷെ അവസാനം പുള്ളിക്കാരതങ്ങ് വിഴുങ്ങി. പിന്നെ ഇതിൻ്റെ കൈരളി TV ചെയർമാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് തന്നെയാണ് പറഞ്ഞത്, പേര് പറയാൻ വന്നതാണ്, പക്ഷേ അദ്ദേഹം അവിടെ അവസാനിപ്പിച്ചു. അപ്പോൾ പിന്നെ തൃശ്ശൂർക്കാർക്ക് പറ്റിയ ഒരു അബദ്ധം നിലവിലിപ്പോൾ നിലനിൽപ്പുണ്ട്. അതിൻ്റെ കൂടെ ഇനി കേരളവും കൂടെ ഭരിക്കണം എന്നുള്ള ഒരു കടന്ന വ്യാപകം അല്ലേ ഇത്? അത്രയ്ക്കും വേണോ? ഇന്ത്യ മുഴുവനും ആൾക്കാർ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പരിപാടിയും നടക്കാത്തത് കേരളത്തിലും തമിഴ്നാട്ടിലുമാണ്. പക്ഷേ കേരളത്തിലെന്തോ ഒരു ചെറിയൊരു പിടിവള്ളി അവർ പിടിച്ച്. മറ്റുള്ള ടീമുകൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തില്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ 2026 നിയമസഭ അവർ ഭരിക്കും. അപ്പോൾ നമ്മുടെ ആർച്ച് ബിഷപ്പ് പറഞ്ഞ എന്താണെന്ന് കേൾക്കണ്ടേ? വർഗീസ് ചക്കാലക്ക അദ്ദേഹം പറഞ്ഞത് ഇത് സാത്താൻ്റെ പിടിയാണ്, ഇവരുമായി ഒരിക്കലും കൂട്ടുകൂടാൻ സാധ്യമല്ല. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് സത്യസന്ധമായാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത്. ഒരിക്കലും അതൊരു തെറ്റല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. കാരണം ഇവർ ക്രൈസ്തവർക്കെതിരെ ഒന്നും നടത്തുന്നില്ല എന്ന് നഗ്നമായ സത്യങ്ങളെ കണ്ണുമൂടിക്കെട്ടി ഇരുട്ടാക്കാൻ ശ്രമിക്കുന്ന ഇവരുടെ ഇടയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ, നമ്മുടെ കേരളം വിട്ട് തമിഴ്നാടും കേരളവും വിട്ട്, അല്ലെങ്കിൽ കർണാടകയിലുണ്ട് പ്രശ്നം, കേരളവും തമിഴ്നാടുമാണ് ഒരു പ്രശ്നവുമില്ലാത്തത്. അപ്പോൾ ഈ പിന്നെ പ്രശ്നങ്ങളില്ലാത്ത സ്റ്റേറ്റ് വിട്ട് അങ്ങോട്ടുള്ള പ്രശ്നങ്ങളെ മനഃപൂർവ്വം മൂടി ഒളിക്കുകയും
അവർക്ക് പിന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് അതിന് എതിർവശം നിന്നുകൊണ്ട് നമ്മുടെ പിന്നെ ആർച്ച് ബിഷപ്പ് പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കണ്ടേ. അത് വളരെ പ്രധാനപ്പെട്ട ഈ സാഹചര്യത്തിൽ, ഇന്നത്തെ പിന്നെ സിറ്റുവേഷനിൽ, ഇന്നത്തെ നമ്മുടെ പിന്നെ സാഹചര്യം അടിസ്ഥാനമാക്കി ഇതെല്ലാം നോക്കുമ്പോൾ വളരെ അരോചകതമായി തോന്നുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പും പറഞ്ഞു. ക്രൈസ്തവർ ഏറെ ക്ലേശങ്ങൾ നേരിടുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്നായിരുന്നു മാർ ബെസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവയുടെ പ്രതികരണം. നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയിലേക്ക് വന്നിട്ടില്ല. അതൊക്കെ ആലോചിച്ച് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. എല്ലാ മെത്രാന്മാരും അതുപോലെ വൈദികർ, സന്യസ്തർ, ജനങ്ങൾ ഒരു കലാപം സൃഷ്ടിക്കാൻ, പരസ്പരം എതിർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംസ്കാരം വളർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ചില ശക്തികളൊക്കെ ഉണ്ട്. ആ ശക്തികളെ നമ്മൾ തിരിച്ചറിയണം. അതിനെ നമ്മൾ പറയുന്നത് ഒരു സാത്താൻ്റെ അധികാരമാണെന്ന് പറയും. ആ സാത്താന്മാരുടെ പ്രവർത്തനത്തിൽ നമ്മൾ കൂട്ടുകൂടേണ്ട ആവശ്യമില്ല. സ്നേഹത്തിൻ്റെ വളർച്ചയ്ക്ക്, സ്നേഹത്തിൻ്റെ സംസ്കാരം വളർത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായല്ലോ. സ്നേഹത്തിൻ്റെ സന്ദേശങ്ങൾ പ്രവർത്തിക്കുന്നതിന് കൂട്ടുകൂടുക, അല്ലാത്തതായി ഒന്നിനും കൂടേണ്ട ആവശ്യമില്ല. അത് സാത്താൻ്റെ പരിപാടിയാണ്. ഇങ്ങനെയൊക്കെ ഓരോരുത്തർ പച്ചയ്ക്ക് വിളിച്ച് പറയുമ്പോഴും അവർക്ക് ഈ എതിർക്കുന്നവരെ പിന്നെ അവർക്ക് വേണ്ടി ഓശാന പാടാൻ നടക്കുന്ന കുറേ നമ്മുടെ നാട്ടിലെ കുറേ ആൾക്കാർ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാർ, ഇവരുദ്ദേശിക്കുന്നത് പിന്നെ വെറും പച്ചയായ രാഷ്ട്രീയം. അതായത് മറ്റൊരു അധികാരത്തെ ഇവർക്കൊന്നും ഇതിനെയൊക്കെ അച്ഛനെയും മകനെയൊക്കെ തൂത്ത് ആൾക്കാർ പിന്നെ മറ്റു പാർട്ടിക്കാർ വെളിയിലാക്കിയിരിക്കുകയല്ലേ, ഒരിടത്തും നിലനിൽപ്പില്ല. കാരണം ഇതാണല്ലോ പരിപാടി. അക്കരപ്പച്ചയാണ് ഇവരെ പരിപാടികളെ കംപ്ലീറ്റ്. കർഷകരെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ. ലക്ഷക്കണക്കിന് കർഷകർ ഡൽഹിയിൽ സമരം ചെയ്തത് നമ്മുടെ നേതാവ് സൗകര്യപൂർവ്വം മറന്നുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്ര നാളാണ് പഞ്ചാബിൽ നിന്നും ബീഹാറിൽ നിന്നും വന്ന് ആൾക്കാർ അവിടെ തമ്പടിച്ച് കിടന്ന്, എത്ര ആൾക്കാർ മരിച്ച്, എത്ര ആൾക്കാരെ പിന്നെ കൊന്ന്. അപ്പോൾ അതൊന്നും ഒരു കർഷകരല്ല, കേരളത്തിലുള്ളവരാണ് കർഷകർ. പിന്നെ കേരളത്തിലെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ. അപ്പോൾ ഇത്രയും കാലം ഈ കേരളത്തിലുള്ള ഒരു കംപ്ലീറ്റ് നരകമായിരുന്നു. അവർ ആർക്കും യാതൊരു സ്വാതന്ത്ര്യമില്ല. അപ്പം ഇനി കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും ഗുഡ് ബൈ, നിങ്ങൾക്ക് പോകാം. കാരണം നിങ്ങളെല്ലാം നരകത്തിൻ്റെ പിന്നെ കാവൽക്കാരാണ്. സ്വർഗത്തിൻ്റെ കാവൽക്കാർ വരാൻ പോകുന്നതേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാക്കിയില്ല എങ്കിൽ നിങ്ങൾക്ക് അടുത്തതും കാവൽക്കാരനായിട്ട് നിൽക്കേണ്ടതായിട്ട് തന്നെ വരും. പിന്നെ അദ്ദേഹം പറയുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കണം തീർച്ചയായും. കാരണം കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ചിലപ്പോൾ ഇദ്ദേഹമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് കേൾക്കാം. എന്നിട്ട് 31 അതിനകത്ത് വരാം. 26 ഈ ഒരു വർഷം കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പുതിയ കാര്യങ്ങളൊന്നും 31 BJPക്ക് ചെയ്യാനില്ല. ചെയ്യാനാണെങ്കിൽ 26 ചെയ്യാം. മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവരുടെ ഒരു വലിയൊരു മുന്നേറ്റമാണോ താങ്കൾ NDAയിലേക്ക് പ്രതീക്ഷിക്കുന്നത്? ക്രൈസ്തവരെന്നല്ല, മധ്യ കേരളത്തിലെ പ്രത്യേകിച്ചും കർഷകർ അവർ വലിയ പ്രതിസന്ധിയിലാണ്. അവരുടെ ഒരു പ്രതിസന്ധിക്കും ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ ഇവിടെയുള്ള ഒരു ജനപ്രതിനിധികൾക്കും കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ഇനി അങ്ങോട്ട് കഴിയുകയില്ല. ദേശീയ തലത്തിൽ ക്രൈസ്തവർ സഭകൾക്ക് നേരെയും പള്ളികൾക്ക് നേരെയും വൈദികർക്ക് നേരെയും ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അത് വലിയൊരു തിരിച്ചടിയായി കേരളത്തിൽ മാറില്ലേ? ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിലുണ്ടായ 2 സംഭവങ്ങൾ. ഒന്ന്, ഇൻഡോറിൽ അവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നതിനിടയിൽ ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായി. ആദ്യം മനസ്സിലാക്കേണ്ട, അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കുന്നതിനും BJPക്കാരല്ല. അവിടെ ഏത് തരത്തിലുള്ള മിഷണറിമാർക്ക് നേരം കയ്യേറ്റം ഉണ്ടായാൽ അത് ഏത് സംഘടനയാണെന്ന് നോക്കുകയല്ല, BJPയാണ്. അവിടെ ഒരു സംഘപരിവാറായി. അവിടെ ഒരു സംഘടന പ്രശ്നം ഉണ്ടാക്കി 2 മിനിറ്റ് കൊണ്ട് ആ വിവരം ഇവിടെ അറിഞ്ഞു. ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ നമ്മുടെ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ്. ഇദ്ദേഹത്തിന്റെ പാർട്ടി അധികാരത്തിൽ വന്നാൽ ഇതിനെല്ലാത്തിനും ഒരു പുനർജീവനം ഉണ്ടാകും എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. നമ്മുടെ ഈ നാട്ടിലുള്ള നമ്മുടെ ഇപ്പോഴത്തെ ഭരണകർത്താക്കളും പ്രതിപക്ഷത്തിരിക്കുന്നവരും ഓർക്കുക, നിങ്ങൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നതെല്ലാം നശിപ്പിക്കലായിരുന്നു. ഒന്നും നിങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്തില്ല, നിങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടി ചെയ്തില്ല, ഒരു മനുഷ്യർക്കും വേണ്ടി നിങ്ങളൊന്നും ചെയ്തില്ല. പിന്നെ ഇവർ വന്നു കഴിഞ്ഞാൽ 1000 പേരാണ് ഇപ്പം മരിച്ചത്. എങ്ങനെ?
വന്യജീവികളുടെ ആക്രമണത്തിൽ 1000 പേര് കൃത്യമായി അദ്ദേഹം കണക്കെടുത്ത്. ഇനി ചിലപ്പോൾ കൂടിയെന്നിരിക്കും, കുറഞ്ഞെന്നിരിക്കും, പക്ഷെ അത് നിങ്ങൾ കണക്കെടുത്തില്ല. തെറ്റായിപ്പോയി. മനസ്സിലായില്ലേ? അത് നിങ്ങൾ തെറ്റായിപ്പോയി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇഷ്ടമായാൽ നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. ഒരിക്കലും നിങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്താതിരിക്കരുത്. തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതേസമയം CBCയും KCBCയും ഒക്കെ വഖഫ് വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് സംസ്ഥാനത്ത് ഒരു വിഭാഗം ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്ന് സംഘപരിവാറുമായി പല കാരണങ്ങൾ കൊണ്ട് അടുക്കുന്നു എന്നതടക്കമുള്ള ചർച്ചകൾ അല്ലെങ്കിൽ അത്തരം വിമർശനങ്ങൾ, അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഈ പ്രതികരണങ്ങൾ ശ്രദ്ധേയമാകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ടത്. ഇന്ന് വന്ന പ്രതികരണങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയം കോഴിക്കോട് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ നടത്തിയ പ്രതികരണമാണ്. കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയണം, സാത്താന്റെ പ്രവർത്തനത്തിൽ കൂട്ടുകൂടേണ്ട കാര്യമില്ല എന്നടക്കമുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പരോക്ഷമായ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് എന്താണ് മുമ്പിലുള്ള രാഷ്ട്രീയമെന്ന് ബോധ്യമുള്ള അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സമൂഹമാണ്. അവർ അതാത് സമയത്ത് അത്തരം കാര്യങ്ങൾ നിലപാടെടുക്കാറുണ്ട്. ചില മതമേലധ്യക്ഷന്മാരുടെ ഭാഗത്തു നിന്ന് തന്നെ പരസ്യമായ ആ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെയാണല്ലോ ഉണ്ടാകുന്നത്. അടുത്തിട്ട് പറയുന്ന ഇവിടെ ആരെയും കൊണ്ടൊരു പ്രയോജനമില്ല. ആ വിശ്വാസം ഞാൻ ഉണ്ടാക്കിക്കോളാം, പേടിക്കണ്ട. ആ വിശ്വാസം ഇപ്പോൾ അവർക്ക് നല്ല രീതിയിലുണ്ട്. അവർ ഈ കാലഘട്ടത്തിൽ എവിടെയെങ്കിലും BJP കുറ്റം പറഞ്ഞു കേട്ടോ? ഇല്ലല്ലോ.